തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇത്തരത്തിലൊരു ക്രമീകരണം ദൈവം നമുക്ക് ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നവമാധ്യമങ്ങളിലൂടെ സുവിശേഷീകരണം നടത്തുന്ന ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും അല്പസമയം നിങ്ങളുമായിട്ട് തിരുവചനം സംസാരിക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്ന പ്രിയ ദൈവദാസന്മാർ, ട്രിനിറ്റി പ്രയർ മിനിസ്ട്രീസിൻ്റെ ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയ ദൈവദാസൻ സജിത് തങ്കച്ചൻ അവരുകളെ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചനം ചിന്തിക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും അത് മുഖാന്തരമായിട്ട് മനുഷ്യനെ ദൈവം ഏദനിൽ ആക്കി വെക്കുന്ന വേദഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വെച്ചതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് മനുഷ്യനെക്കുറിച്ച് ഒരുപാട് ദൈവിക പദ്ധതികൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുണ്ട് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാക്കി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മൃഗങ്ങളിൽ ഏറ്റവും കൗശലക്കാരനായ പാമ്പ് സ്ത്രീയോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിന് ദൈവം നിന്നെ വാസ്തവമായും വിലക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം സ്ത്രീയോട് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവനെ തേജസ് ധരിപ്പിച്ച് ആക്കി വച്ചിരിക്കുന്നു. തേജസ് ധരിപ്പിച്ച് അവൻ ഏദനിൻ്റെ സകല അവകാശങ്ങളും നൽകി, സകല മൃഗങ്ങളുടെ മേലും അവകാശം നൽകി ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കി വെക്കുമ്പോൾ അവന് ദൈവം കൽപ്പനയായി നൽകിയ ഏക കാര്യമെന്നത് തോട്ടത്തിൻ്റെ നടുവിലെ നന്മതിന്മകളുടെ വൃക്ഷം നീ ഒരിക്കലും ഭക്ഷിക്കുവാൻ പാടില്ല. അവിടെ ഒരു പ്രമാണം ദൈവവും മനുഷ്യനുമായിട്ട് വെക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകും. അതൊരു പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിക്കോട്ടെ, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. അവിടെ അനുവദനീയമായ കാര്യങ്ങളുണ്ട്, അനുവദിക്കപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പാലിക്കുക എന്നുള്ളത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കിയപ്പോൾ ദൈവം മനുഷ്യനുമായി ഒരു വ്യവസ്ഥ വെക്കുവാനായിട്ടിടയായിത്തീർന്നു. ഈ വ്യവസ്ഥ പാലിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഉത്തരവാദിത്തമായി ദൈവം അവന് നൽകി. എങ്കിലും കാലം പോയപ്പോൾ മനുഷ്യൻ ഈ വ്യവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോകുവാനിടയായിത്തീർന്നു, അല്ലെങ്കിൽ ഈ വ്യവസ്ഥ തെറ്റിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സന്ദർഭമാണല്ലോ നാം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഇവിടെ മനുഷ്യൻ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ ദൈവം നൽകിയ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതി അവസാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ആ ഒരു വലിയ പദ്ധതിക്ക് താൽക്കാലികമായ ഒരു ബ്രേക്ക് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ എന്ത് ചെയ്തു? അവനുമായി ദൈവം സംസർഗമുണ്ടായിരുന്നു, അവനുമായിട്ട് ദൈവത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏദനിലായിരിക്കുന്ന മനുഷ്യനെ ദൈവം തേജസ് ധരിപ്പിച്ച് മറ്റ് തൻ്റെ സൃഷ്ടികൾക്ക് ഒരു അവകാശിയായി, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികൾക്ക് മുകളിൽ ഒരു അധികാരിയായി ദൈവം കൽപ്പിക്കുവാനായിട്ട്, അങ്ങനെ ഒരു അവകാശം ദൈവം മനുഷ്യന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ
അതേ സൃഷ്ടിയിലൂടെ പിശാച് മനുഷ്യനെ വീഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഈ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഒരു പ്രത്യേക പദം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്നു, വാസ്തവമായി നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതായത് മനുഷ്യന് ദൈവം കൊടുത്ത പ്രമാണം, ആ പ്രമാണത്തിനകത്ത് അവൻ ഉറച്ചു നിൽക്കുമ്പോൾ അവന്റെ ഉറപ്പിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യം എന്ത് ചെയ്യുകയാണ് അവിടെ പാമ്പ് സ്ത്രീയോട് ചോദിക്കുക. ഇന്നും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് അവൻ വിശ്വാസ ജീവിതത്തിന്റെ പ്രമാണത്തിനകത്ത് നിന്ന് വിട്ടുപോകാനുള്ള കാരണം പലപ്പോഴും കൺഫ്യൂഷൻസ് ആണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവതലമുറയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് അവരുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഈ കൺഫ്യൂഷൻസ് ആണ് പലപ്പോഴും അവരെ തെറ്റിലേക്ക് വഴിതിരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ ദൈവം മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന് അവൻ പ്രത്യേകമായ ഡിസൈൻ ചെയ്ത ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ പാമ്പിന്റെ ഒരൊറ്റ ചോദ്യം, അതായത് സാത്താന്റെ ഒരൊറ്റ ചോദ്യത്തിനകത്ത് മനുഷ്യൻ വീണുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. കാര്യം എന്താണ്? അവന്റെ ഹൃദയത്തിനകത്ത് സംശയമുളവാകുവാൻ ഇടയായിത്തീർന്നു. എന്തായിരുന്നു അവന്റെ സംശയം? നിന്നോട് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ ഒന്നും കൂടെ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ശരിക്കും ഇത് ഭക്ഷിക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു വാസ്തവമായ കാര്യമാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായി. ആ ഒരു സെക്കൻഡ് കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തെ പിശാച് വഴിതിരിച്ചു കളയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് സംശയം ജനിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. എന്നാൽ പിശാചിന്റെ തന്ത്രത്തെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അതായത് പിശാച് നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിപ്പിക്കുന്ന ഈ സംശയത്തെ നമുക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പിശാച് നമ്മളെ അവന്റെ പാതയിലേക്ക്, അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിൽ നിന്ന് നമ്മളെ പിശാച് വഴിതെറ്റിച്ച് കളയുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഇവിടെ നമ്മൾ കണ്ടതുപോലെ മനുഷ്യനെ ദൈവമാക്കി വെച്ചപ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. യഹോവയുമായുള്ള ബന്ധം സ്ഥിരമായി മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യനെ വേദപുസ്തക പണ്ഡിതന്മാരിങ്ങനെ പഠിപ്പിക്കുന്നു, മനുഷ്യനെ ദൈവം തേജസ് ധരിപ്പിച്ച് എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിലാക്കി വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോ ഈ തേജസ് ധരിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രമില്ല, അല്ലെങ്കിൽ അവൻ നഗ്നനാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവനിൽ തേജസ് ഉള്ളത് കൊണ്ട് ആ ഒരു തലത്തിലേക്ക് മനുഷ്യൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഹവ്വ തെറ്റ് ചെയ്തു. അതായത് ഹവ്വ ഈ നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷം ഭക്ഷിച്ച സമയം മുതൽ എന്ത് ചെയ്തു? അവനിൽ അകത്ത് പാപം കയറിക്കൂടി. അതായത് എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ മുതൽ എന്ത് ചെയ്തു? ഇവൻ സ്വയം നഗ്നനാണെന്നുള്ളൊരു തിരിച്ചറിവ് അവനിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നഗ്നത എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു വ്യക്തിയായി, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നഗ്നത പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും മറ്റ് പാപ ചിന്തകൾ അത് കാണുന്നവരിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഞാൻ ഒത്തിരി യുവാക്കളുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പോലും ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും, അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല, ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് അറിയാവുന്ന ഒരു അർത്ഥമല്ലാതെ മറ്റ് അർത്ഥങ്ങളൊന്നും തന്നെ നമുക്ക് ആർക്കും തന്നെ വ്യക്തമല്ലായിരുന്നു. എന്നാൽ ഒരു തലമുറ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലുള്ള ബന്ധങ്ങളെ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നെ ഒരു കോമൺ വാക്കായി മാറി, യുവാക്കൾക്കിടയിൽ അതൊരു ട്രെൻഡായി മാറി, അവരതിനെ ഏറ്റുപിടിച്ചു. പക്ഷേ പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോൾ ആ വാക്കുകളൊക്കെ മാറി പുതിയ പുതിയ പദപ്രയോഗങ്ങൾ യുവാക്കൾ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാനിടയായിത്തീരുന്നു, റിലേഷൻഷിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞിപ്പോൾ സിറ്റുവേഷൻഷിപ്പിലേക്ക് യുവജനങ്ങൾ വഴുതി വീണുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയാനിടയായിത്തീരുന്നു. എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. എന്താണ് ഈ സിറ്റുവേഷൻഷിപ്പ്? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പദമാണല്ലോ എന്നോർത്ത് ഞാൻ അവരുമായിട്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അത് കാര്യമെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അതായത്
പ്രണയമല്ല എന്നാൽ പ്രണയമുണ്ട്, സ്നേഹമല്ല എന്നാൽ സ്നേഹമുണ്ട്. അവർ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ അങ്ങനെ എന്ത് തരത്തിലുള്ള ജനറലുള്ള ആളായാലും തമ്മിൽ ഇഷ്ടപ്പെടുകയും എന്നാൽ ഇവരുടെ ബന്ധത്തിന് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പേര് നൽകാൻ കഴിയാതെ വരുമ്പോൾ അവർ എക്സ്ക്യൂസ് പോലെ, അല്ലെങ്കിൽ അവരതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ പേര് നൽകി അതിനെ വിളിച്ച് അതിനെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ആരംഭിച്ചത് സ്വയം നഗ്നനാണെന്ന് മനുഷ്യൻ എന്ത് ചെയ്തു മനസ്സിലാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അവന്റെ അകത്ത് പാപത്തിന്റെ ചിന്തകൾ ഉണരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലുള്ള പല സംശയങ്ങളാണ് പല കുഞ്ഞുങ്ങളെയും അവരുടെ പാപ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ താമസിക്കുന്ന എറണാകുളം പട്ടണം എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു നഗരമാണല്ലോ. ഇവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആത്മീകരായ അല്ലെങ്കിൽ പല കുഞ്ഞുങ്ങളും അവരുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നോ ജോലിക്കായിക്കോട്ടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ എറണാകുളം പട്ടണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതോടെ അവരുടെ ആത്മീകത നഷ്ടപ്പെട്ടു. കാരണം ആധുനിക ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, ആധുനിക ജീവിതത്തിന്റെ ആ മൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആധുനിക ജീവിതത്തിന്റെ പുതിയ ആശയങ്ങൾ അവരുടെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ അവർ ഇത്രയും നാളും അവര് പിൻപറ്റിക്കൊണ്ടിരുന്ന ആത്മീക ജീവിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആത്മീക മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ടിടയായി തീരുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളെ ഞാൻ ടൗണിൽ വെച്ച് കാണുമ്പോഴും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ആലയത്തിൽ വരുവാനോ അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിനോടുള്ളൊരു വിരസത അവരുടെ സംസാരത്തിനകത്ത് കാണുവാനായിട്ടിടയായിത്തീരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പുതിയ ആശയങ്ങൾ, അവരുടെ അകത്തേക്ക് വരുന്ന പുതിയ ആശയങ്ങൾ, അവരുടെ അകത്തേക്ക് പുതിയ തലമുറകൾ നൽകുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക സമൂഹം നൽകുന്ന പുതിയ ആശയങ്ങൾ അവരുടെ ആത്മീക ജീവിതത്തെ കൺഫ്യൂസ് ചെയ്യുന്നു. അതായത് ആദിമ മനുഷ്യനെ പിശാച് തെറ്റിച്ച അതേ തന്ത്രം ഇന്നും പുതിയ സമൂഹത്തെയും വഴിതെറ്റിച്ചു കളയുവാനായിട്ട് പിശാച് ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതായത് നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് ദൈവം തന്ന പ്രമാണത്തിനകത്ത് നമ്മളെ തെറ്റിച്ചു കളയുവാൻ പിശാച് കൊണ്ടുവരുന്ന ആദ്യത്തെ പ്രൊജക്റ്റാണ് സംശയമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കകത്തേക്ക് ഒരു വലിയ ആശങ്ക കൊണ്ടുവരിക. ഈ വേദപുസ്തകം അതിനകത്തെ പറയുന്ന പ്രമാണങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ നാം പിൻപറ്റിപ്പോരുന്ന ഈ പറയപ്പെടുന്ന ആത്മീക ജീവിതം അല്ലെങ്കിൽ നമ്മൾ കൈവരിച്ചു വരുന്ന മൂല്യങ്ങളൊക്കെ ശരിയാണോ, അതിനകത്ത് എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നൊരു സംശയം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് നമ്മളെ പിശാച് കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഇവിടെ സ്ത്രീക്ക് എന്ത് ചെയ്തു? സംശയമുണ്ടായി. ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു? പിശാച് സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് കയറുകയും അവളെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാനിടയായി തീർന്നു. ഇനി പാപത്തിനകത്തേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട സ്ത്രീ എന്ത് ചെയ്തു? തന്റെ ഭർത്താവ് അല്ലെങ്കിൽ തനിക്ക് കൂട്ടായി നൽകിയിരിക്കുന്ന തന്റെ ജീവിത പങ്കാളിയെ കൂടെ ഈ പാപത്തിന് പ്രേരിപ്പിക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് നമ്മൾ നാടൻ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയൊക്കെ രീതിയിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് ആച്ചായന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മാമ്മമാര് പറയുമ്പോൾ അവരുടെ മനസ്സൊന്ന് അലിയും, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തൊരു ചെറിയ ഒരു അവരുടെ എത്ര ധാർഷ്ട്യമുള്ളവരാണെങ്കിലും എത്ര ദേഷ്യപ്പെടുന്നവരാണെങ്കിലും അമ്മാമ്മ പറയുമ്പോൾ എന്താണ് അവർക്കൊരു ചെറിയ മനസ്സലിവൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഹവ്വയെ എന്ത് ചെയ്തു? ആദമിനെ വീഴ്ത്തുവാൻ പിശാച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെ വീഴ്ത്തുവാൻ സ്ത്രീയെ എന്ത് ചെയ്തു? പിശാച് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിനകത്ത് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ പാപത്തിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു ടെൻഡൻസി ഉണ്ട് മറ്റൊരാളെ അവന്റെ പാതയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവനായിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവണത എപ്പോഴും പാപത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ട്. സങ്കീർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നത് പാപികളുടെ വഴിയിൽ എന്തിന് നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിക്കൊരു പാതയുണ്ട്. ആ പാതയിലേക്ക് എന്ത് ചെയ്യും? പാപി എപ്പോഴും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. പാപം നമ്മുടെ കാൽക്കൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പടിവാതിൽക്കൽ ഇരിക്കുന്നു, അതിന്റെ ആഗ്രഹം നമ്മളോടാണ് എന്നൊക്കെ വേദപുസ്തകം നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹവ്വ എന്ത് ചെയ്തു? അവിടെ പാമ്പിന്റെ കൗശലം അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രത്തിനകത്ത് വീണുപോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടെ നഷ്ടപ്പെടുന്നത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിയാണ്. അതായത് ഹവ്വ തെറ്റ് ചെയ്തു എന്നതിലുപരിയായി ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ഒരു വലിയ പദ്ധതി,
മനുഷ്യനെ തേജസ്സുള്ളവനായി ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ സൃഷ്ടിച്ച് അവനെ സകല ചരാചരങ്ങൾക്കും അധികാരിയായി നൽകി. ദൈവം മനുഷ്യനുമായി സദാ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനുമായി ദൈവത്തിന് ഒരു പ്രത്യേക ബന്ധമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സൃഷ്ടിയായിട്ട്, അതായത് മനുഷ്യൻ തിരിച്ചും ദൈവം മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഊഷ്മളമായ സ്നേഹബന്ധത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ഏദൻ തോട്ടത്തിന്റെ പിക്ചർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്കറിയാം. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ മനുഷ്യനോട് ദൈവത്തിന് എന്തൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ, മനുഷ്യനുമായി ദൈവത്തിന് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് വേദപുസ്തകത്തിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ഇസ്രായേൽ ജനത്തെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല തവണ എന്ത് ചെയ്തു? ജനം ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴും ദൈവത്തിന്റെ വലിയ വാത്സല്യം അല്ലെങ്കിൽ ദൈവീകമായ വലിയ കൃപ മനുഷ്യന്റെ മേൽ ചൊരിയുവാനായിട്ട് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ യേശു ക്രിസ്തു, അതായത് ദൈവത്തിന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിൽ തകർത്ത് വീണ്ടും മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സുണ്ട്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലോകത്തിലെ സ്നേഹം കൊണ്ട് അളക്കാൻ കഴിയുന്നതിലുപരിയാണ്. അപ്പോൾ ദൈവം സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോട് അഗാധമായ ഒരു സ്നേഹം കാണിക്കുവാൻ വളരെ മനസ്സോടെ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചു സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടിയുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യനുമായി ദൈവത്തിന് സ്നേഹബന്ധത്തിലായി തീരണം. അതായത് മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തിനെ മനുഷ്യൻ സ്നേഹിക്കുന്നു. ആ വലിയ സ്നേഹത്തിന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഏദനിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ദൈവിക പദ്ധതിക്ക് ഒരു വലിയ ഇടവേളയുണ്ടാക്കുവാനായിട്ട് സ്ത്രീയുടെ പ്രവൃത്തിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീ പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു വലിയ ബന്ധം അവസാനിക്കുവാനായിട്ടിടയായിത്തീരും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അന്ന് നഷ്ടപ്പെട്ട ബന്ധത്തെ ഇനി എങ്ങനെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും? അല്ലെങ്കിൽ ദൈവം ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ഒരുപക്ഷെ ഏദനിലെ ആദിമ മനുഷ്യനെ ദൈവം സ്നേഹിച്ചിരുന്നു, ദൈവം അവർക്ക് പ്രിവിലേജുകൾ നൽകിയിരുന്നു, ദൈവം അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്ന് ആദമും ഹവ്വയും അവിടെ പാപം ചെയ്തപ്പോൾ ആ പദ്ധതി അവസാനിച്ചോ? ഇനി അങ്ങോട്ട് ആ പദ്ധതിയുടെ കണ്ടിന്യൂവേഷനിലേക്ക് നമുക്ക് വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, അതേ ദൈവസ്നേഹത്തിലേക്ക്, അതായത് ദൈവത്തിന് എന്താണോ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന് എന്താണോ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി, ആ പദ്ധതിയിലേക്ക് നമുക്ക് തിരികെ വരുവാനായിട്ട് കഴിയും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയിൽ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് ചേർന്നിരിക്കണം. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ വരുവാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. പറുദീസയിൽ എന്ത് ചെയ്യുന്നു? ദൈവം വീണ്ടും മനുഷ്യനുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സദാകാലത്തെയും ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇഹലോക ജീവിതത്തിൽ നമുക്ക് ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയും? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, നമ്മൾ സ്കൂളിൽ പോകുന്നവരാണ്, ഒരുപക്ഷെ ശുശ്രൂഷകന്മാരാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ്, ഒത്തിരി അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ ഈ അധ്വാനത്തിന്റെയും ഓട്ടത്തിന്റെയും ഇടയിൽ എങ്ങനെ നമുക്ക് ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയും? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവസന്നിധി ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതെങ്ങനെ എൻ്റെ അകത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എങ്ങനെ ദൈവിക പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയും എന്നത് ഒരു വലിയ ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്താണ്? മക്കളായി തീരുവാനുള്ള അവകാശം വേദപുസ്തകം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവനുമായി എപ്പോഴും ചേർന്നിരിക്കാൻ, അതായത് ദൈവവുമായി സമയം പങ്കിടുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുവെങ്കിൽ ദൈവം അവനെ സ്നേഹിക്കുന്നു. അതായത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നതിനോടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതിനോടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് എവിടെയെങ്കിലും എത്തുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതായത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ബൃഹത്തായ പദ്ധതി എന്ന് പറഞ്ഞാൽ ആ ദൈവവുമായി ചേർന്നിരിക്കുക.
ചെയ്യുക, ദൈവവുമായി ഒരു സംസർഗത്തിലാകുക, ദൈവവുമായി വലിയൊരു സ്നേഹത്തിലാകുക. അതിന് ഏക പോംവഴി എന്ന് പറയുന്നത് പ്രാർത്ഥന, അതുപോലെ തന്നെ വേദപുസ്തക ധ്യാനം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പാലിക്കേണ്ട വിശുദ്ധിയിൽ നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. എന്തിനാണ് പ്രാർത്ഥനയും വിശുദ്ധ ജീവിതം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിനകത്ത് വസിക്കണമെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, അവന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. നമുക്കൊരിക്കലും ഈ ലോകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ ലോകത്തിന്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നവസമൂഹത്തിന്റെ അല്ലെങ്കിൽ പുതിയ സമൂഹത്തിന്റെ അതിന്റെ ആശയങ്ങളൊക്കെ തന്നെ ഒത്തിരി നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാ, ഒത്തിരി നമ്മളെ ആ ഒരു ജീവിത രീതിയിലേക്ക് വലിച്ചുകൊണ്ടു പോകുവാൻ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിനകത്തുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു തരത്തിലേക്ക്, അതായത് എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറുന്നോ ആ സമയത്ത്, അതായത് ആദിമ മനുഷ്യനിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ എപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറിയോ ആ സമയത്ത് ദൈവിക തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലാകുവാൻ ഇടയായിത്തീരും. പക്ഷേ ഈ കൺഫ്യൂഷൻസ്, അതായത് അന്ന് പിശാചുണ്ടാക്കിയ അതേ കൺഫ്യൂഷൻ ഇന്ന് നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് അവൻ നിന്നെ അവന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരികെ പോകുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ നിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന് നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വസിച്ചില്ല എങ്കിൽ നമുക്കറിയാം, നമ്മളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൊബൈൽ ഫോണിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്തായിക്കോട്ടെ, ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണെങ്കിലും അതിനൊരു കണക്ഷൻ ആവശ്യമാണ്. അതായത് അതിന് ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു സിം കാർഡ് അതിന് ആവശ്യമാണ്. ആ സിം കാർഡ് മുഖേന ഏതെങ്കിലും ഒരു നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ നിന്ന് ഇത് എനിക്ക് ലൈവിൽ നിങ്ങളോട് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ കണക്ഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ എന്ന് പറയുന്ന മൺകൂടാരത്തിനകത്ത് ദൈവവുമായിട്ടൊരു നെറ്റ്വർക്കിംഗ് ആവശ്യമാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ദൈവവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു ബന്ധമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതായത് നീയും ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, കേവലം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടോ, കേവലം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, എപ്പോഴെങ്കിലും ദൈവത്തെ ഓർക്കുന്നത് കൊണ്ടോ, രാവിലെയും വൈകിട്ടും നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതിനകത്തൊന്നും യാതൊരു വിധമായ അർത്ഥവുമില്ല. മറിച്ച് സദാസമയവും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. നിന്റെ ജീവിത രീതിക്കകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് നീ വിശുദ്ധി പാലിക്കണം. നിന്റെ പ്രമാണങ്ങൾക്കകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീരണം. നിന്റെ ആത്മീക മൂല്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സദാസമയവും ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണോ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ആ പദ്ധതിയിൽ നമ്മൾ എത്തിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങളോട് ഞാൻ ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ മടങ്ങി വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന, ദൈവത്തെ ഏറെ സ്നേഹിക്കുന്ന, ദൈവം നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്ന ആ ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് നമ്മൾ മടങ്ങി വരുവാനായിട്ട് ദൈവം ഹൃദയം കൊണ്ട് വളരെ ആഗ്രഹിക്കുന്നു. അതിന് അത്യാവശ്യമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീക മൂല്യങ്ങളെ സംശയമില്ലാതെ മുറുകെ പിടിക്കാൻ കഴിയണം. ആത്മീക മൂല്യങ്ങളെ ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ, ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇല്ലാതെ, ലോകത്ത് നിന്ന് നാം കാണുന്ന ഒത്തിരി സൗകര്യങ്ങളുണ്ട്, ഒത്തിരി ആശയങ്ങളുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മളെ ഭരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ ഒരു ബന്ധം മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടറിഞ്ഞ ദൈവിക പാതയിലാണ് പലപ്പോഴും നടക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി അനുഭവത്തിലൂടെ ദൈവത്തെ അറിഞ്ഞവർക്ക്, അനുഭവത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് വന്നവർക്ക്, ദൈവവുമായിട്ട് അനുഭവം കൊണ്ട് ചേർന്നിരിക്കുന്നവർക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് ദൈവസന്നിധിയിൽ ഈ വിശ്വാസ ജീവിതം എന്നത് ഒരു അനുഭവമായി നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരിക്കലും പിശാചിന് നിങ്ങളുടെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയത്തില്ല. പ്രമാണത്തിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. നിന്റെ ആത്മീക മൂല്യത്തിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. നീ മുറുകെ പിടിക്കുന്ന ആത്മീക ജീവിതം, നീ മുറുകെ പിടിക്കുന്ന നിന്റെ പ്രമാണം നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയുവാനായിട്ട് പിശാചിന് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. കൺഫ്യൂസ്ഡ് ആകാതെ ഈ അന്ത്യകാലത്തിൽ വിശ്വാസത്തിന് വേണ്ടി
നിൽക്കുവാൻ ഇടയായി തീരണം. ഒരൊറ്റ കൺഫ്യൂഷനാണ് ഹവ്വയെ തെറ്റിലേക്ക് കൊണ്ടുപോയതെങ്കിൽ ഇന്നും അതേ പൈശാചിക ശക്തി നമുക്കിടയിൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ, കർത്താവെ ഞാൻ ദൈവസന്നിധിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ, കർത്താവെ ഞാൻ ദൈവസന്നിധിയിൽ ഇറങ്ങി, ദൈവത്തെ നോക്കി ഇറങ്ങി, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. നിന്റെ അകത്തെ കൺഫ്യൂഷനെ മുതലെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് ഉറച്ച വിശ്വാസം ഉണ്ടാകണം, ഉറച്ച വിശ്വാസത്തോടെ നിൽക്കണം. ഇങ്ങനെ വേദപുസ്തകം പഠിക്കുന്നു, ഇരു മനസ്സുള്ളവൻ എന്ത് ചെയ്യുന്നു, യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതും ചിന്തിക്കുന്ന, അവിടെയും ഇവിടെയുമായി ചിന്തിക്കുന്ന വ്യക്തിയെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ പ്രമാണത്തിൽ നീ ഉറച്ചു നിൽക്കണം, നിന്റെ വിശ്വാസ മൂല്യങ്ങൾക്കകത്ത് നീ ഉറച്ചു നിൽക്കണം. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും പാടില്ല. അതിന് നിന്നെ സഹായിക്കുന്ന ഘടകമെന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. വേദപുസ്തകത്തിനകത്ത് നിനക്ക് മനസ്സിലാകുന്ന കാര്യം ദൈവസന്നിധി ധ്യാനിക്കുവാനിടയായിട്ട് സമയങ്ങൾ വേദപുസ്തകത്തിന് മുമ്പിൽ ചെലവഴിക്കുമ്പോൾ നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. നിന്നോട് ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ വേദപുസ്തകം വ്യക്തമായി നിന്നോട് പറയുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ അന്ത്യനാളിൽ ഒരുപാട് പ്രതിസന്ധികളുള്ള, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് 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 കഷ്ടപ്പാടുള്ള ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കണം. ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ഒരിക്കലും വഴിവിട്ടു പോകാതെ, ദൈവികമായ ആത്മീക മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നവരായി തീരാതെ, ദൈവസന്നിധിയിൽ എത്രമാത്രം ഉറച്ചു നിൽക്കാൻ കഴിയുമോ, മറ്റുള്ളവരെ എത്രമാത്രം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ, അത്തരത്തിലുള്ളൊരു ആത്മീക ജീവിതമാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, റിട്ടേൺ ടു ദ ബിഗിനിങ്. അതായത് എവിടെ നഷ്ടപ്പെട്ടുവോ, എവിടെയാണോ ദൈവിക പദ്ധതികൾക്ക് നഷ്ടം സംഭവിച്ചത്, അതിലേക്ക് നീ തിരിച്ചു വരുവാൻ ഇടയായി തീരണം. ദൈവം ആഗ്രഹിക്കുന്നത് നീയുമായിട്ടുള്ള സംസർഗമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നീയുമായിട്ടുള്ള ഊഷ്മളമായൊരു സ്നേഹബന്ധമാണെങ്കിൽ അതിലേക്ക് മടങ്ങി വരണം. എവിടെ മനുഷ്യൻ തെറ്റിപ്പോയോ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് മടങ്ങി വരാനുള്ള ഒരു അവസരം ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പാ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ ചിന്തിപ്പിച്ച വേദഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ആദിമ മനുഷ്യൻ ദൈവിക പദ്ധതിക്ക് വിരോധമായി അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു ചെറിയ സംശയം, കർത്താവേ, ദൈവിക പദ്ധതിക്ക് വിരോധമായി പ്രവർത്തിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ആ വചനം ഞങ്ങൾ വീണ്ടും ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങ് തോന്നിപ്പിച്ച മഹത്തായ ചിന്തയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, എവിടെ ഞങ്ങൾക്ക് തെറ്റിപ്പോയോ, എവിടെ മനുഷ്യന് തെറ്റിപ്പോയോ അതിലേക്ക് തിരികെ വരുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തനാക്കണമേ കർത്താവേ. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ആകുവാൻ, ആ പഴയ തേജസ്സിനകത്തേക്ക് വീണ്ടും ആകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് കർത്താവേ ദൈവികമായ കാഴ്ചപ്പാടുകളെ അങ്ങ് തരണമേ. ബലഹീനമായ ഈ കർത്താവ് ശരീരത്തിനകത്ത് വസിക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ബലഹീനതകളുണ്ട് പക്ഷേ, എങ്കിലും ഞങ്ങളുടെ ബലഹീനതകൾക്കകത്ത് അങ്ങയുടെ വലിയ ശക്തി ഇറങ്ങി, വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി ഞങ്ങളെ ശക്തീകരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുന്നവരായി തീരുവാൻ, ഇരു മനസ്സുള്ളവരായി തീരുവാനല്ല കർത്താവേ, ഏക മനസ്സോടെ ഒരൊറ്റ ചിന്തയോടെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പ്രമാണത്തിനകത്ത്, വിശ്വാസ മൂല്യങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവത്തെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കരുതൽ, കർത്താവ് പരിശുദ്ധാത്മ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാധ്യമങ്ങളിലൂടെ കർത്താവേ സുവിശേഷീകരണത്തിനായി നിന്റെ കർത്താവ് ദൈവദാസന്മാർ ഏറ്റെടുക്കുന്ന ഈ കർത്താവെ, ഈ ചുമതല കർത്താവെ, ദൈവത്തെ ഈ ഒരു സ്റ്റെപ്പ് കർത്താവെ അങ്ങ് ദൈവത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരണമേ. പക്ഷേ ദൈവത്തെ അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ ദൈവം കർത്താവെ ഈ നവമാധ്യമത്തെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവകൃപയ്ക്കായി സ്തോത്രം, പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം അവസരം ഒരുക്കി തന്ന പ്രിയ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ, അതുപോലെ എന്നെ ക്ഷണിച്ച പ്രിയ ദേവദാസൻ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.